ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഫ്രണ്ട്സുകളായിട്ട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. യെസ്, നൗറ, ഹംന, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മളവിടെ അടുത്തൊരു ഉണ്ണിയാൽ ബീച്ചുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാനാണ് പ്ലാനെല്ലാം തെറ്റി. കകൻ്റെ കൂടെ ബൈക്കുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് ഞാൻ കക കിടന്നുറങ്ങി. ഇനി ബസ്സും കയറി പോകണം. പിന്നാണെങ്കിൽ ഒരു കാര്യം, ഇന്നലെ രാത്രി പ്ലാൻ ഇട്ട് അതിന് ശേഷം ഓരോ വണ്ടിക്കാരൊരു കാര്യം, വണ്ടി പോട്ടെ ഗായ്സ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡല്ലേ എനിക്ക് മാത്രമായിട്ട് വരുമോ ഈ റോഡ്? അതുകൊണ്ട് ഫ്രണ്ട്സുകളടുത്ത് എത്തിയിട്ട് മാത്രമേ ഈ ബ്ലോഗ് എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ആരും അറിയാതെ എടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഫൈനലി ഗായ്സ് നമ്മൾ ബീച്ചിലെത്തി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇടവഴിയിലൂടെ അങ്ങനെ നടന്നു പോകണം. മീൻസ് ആരോ നടന്നു വെച്ചൊരു വഴി, റോട്ടിലല്ലാതെ ഒരു സിമ്പിൾ വഴി നോക്കി നടക്കാം. ആരെങ്കിലും ഓടിക്കാവോ ഗൈസ്? വേറൊരു പ്രത്യേകം എന്താണെന്നറിയോ, ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് രാവിലെ ഇറങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുക, എന്നിട്ട് ഞാനത് ഉച്ചക്ക് 12 മണിയാക്കി. പിന്നെ ഞാനത് 1 മണിയാക്കി. 1 മണിക്ക് ഇവിടെ വന്ന് ഹംനയും നൗറയും വന്നിരിക്കുന്നുണ്ട്. ഒരു തിരിച്ച് പോകാൻ നിൽക്കാം. ഇപ്പോൾ 2:30 കഴിഞ്ഞു. ഇനി പോയിട്ട് ഓരോ വായത്തൊക്കെ കുറച്ച് കേൾക്കാം. അപ്പോഴൊരു എനർജിയുടെ കയറുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബീച്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. പക്ഷേ എങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടും ആൾക്കാർ കാണാനില്ല. കുട്ടികളെയും ആൾക്കാരെ കളിയാക്കൽ മാത്രം ബാക്കി. സോ എൻ്റെ പുതിയ ഡ്രസ്സാണത്. മീഷോയിൽ നിന്ന് എത്രയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്? ഒരു 300 സംതിങ് ഉണ്ട്. 370 340 അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ എടുക്കുന്ന ടൈമിൽ എന്താ പറയുക, ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 170 കിട്ടി. 170 വീട്ടുകാർക്കൊക്കെ ഇങ്ങോട്ട് പൊലിവായി. എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഈ ഡ്രസ്സ്. സാരില്ല. അപ്പം ഇനി എന്തായാലും ഓരോരുത്തർ എത്തിയിട്ട് ഞാൻ വരാം. ഇതാണ് ബീച്ച്. ഇവിടെ ഭയങ്കര നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഭാഗത്തേക്കൊക്കെ വരണമെന്നുണ്ട്. എല്ലാവരും ടൈം പോലെ ഇരിക്കും ഗൈസ്. ഇതാണ് തിരൂരിലെ ഉണ്ണിയാൽ ബീച്ച്. യാ ഗൈസ്, ഇത്രയും നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് കുറച്ചുള്ളൂ. ഒരു 10-15 മിനിറ്റ് ഓട്ടം ഉള്ളൂ. എന്നിട്ട് ഇതുവരെ ഈ ബീച്ചിലേക്ക് വന്നിട്ടില്ല. ഒരു ദിവസം നോമ്പ് തുറക്കം വന്നിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണി 6 മണീൻ്റെ ടൈമിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലം. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉച്ചയ്ക്ക് വരാണെങ്കിൽ നമുക്കൊരു ഉണക്കപ്പുട്ടായിട്ട് നേരെ വീട്ടിൽ പോവാം. സോ ഞാൻ അവരെ അടുത്തെത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് നടന്നിട്ട് ചടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ച് നടക്കാമെന്ന് വിചാരിച്ച്. ഓരോ വിശാലമായി കിടക്കല്ലേ, ഇനി ഓരോ കണ്ടുപിടിക്കണ്ട പഠിച്ചോനെ. പിന്നെ ആ ഒരു പാലത്തിലേക്ക് പോകണമെങ്കിൽ ഇതാണ് റൂട്ട് ഗൈസ്. ഫൈനലി നമ്മൾ അവരെ കണ്ടെത്തി. എല്ലാവരും ഓരോ ബിസിയിലാണ്. അല്ലോ, ഇത്ര ക്യൂട്ട്നെസ് ഭാര്യ അറിയരുത് കേട്ടോ. നീയാ ഒരു ഹായ് പറയും. തീരെ ക്ലിയർ ചെയ്യോടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കഫേ. ഭയങ്കര ചൂടാണ് ഗൈസ്. ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കട്ടെ. സോ നിത, നിയ, എല്ലാവരും ഉണ്ട് ഗൈസ്. ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ച് എസ്തെറ്റിക്കിൻ്റെ ആളാണ് കേട്ടോ. നോക്ക് ഗൈസ്. ഇനി ഞാൻ ഇവൾക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. യാ ഗൈസ്, ആടി നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടുന്ന്. വ്ളോഗർ ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഈ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് അവൾക്ക് ഫോട്ടോക്ക് പോസ് ചെയ്യണം. എന്താ പിന്നോള് ഈ 2 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഫുൾ തല്ലാവും ഗൈസ്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് കുറച്ച് ഇതാ ഫുൾ ആറ്റിറ്റ്യൂഡിലാണ്. ഞങ്ങളൊന്നല്ല പ്രതീക്ഷിച്ചത്. അതെ ഗൈസ്, ഞങ്ങൾ ഒട്ടും ഈ കഫേനെ പറ്റി ഇങ്ങനെ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഗൈസ് ഒന്നും ഉണ്ടാവാറായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കഫേയിൽ നിന്ന് ഇവിടെ പറയുകയാണ്. ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ 2ാമത്തെ കഫേയിലേക്കാണ് പോകുന്നത്. അവിടെ അത്ര സൗകര്യം പോരാന്ന് പറഞ്ഞിട്ട് 2ാമത്തേലാണ് പോകുന്നത്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അവസ്ഥ തന്നെ ഇക്കാരം. ഭയങ്കര രസമാണ് ഗൈസ്. നല്ല കാറ്റും കൊണ്ട്. അടിപൊളി. ഏതാ കലിപ്പൻ്റെ കാന്താരി?
ഇവർക്ക് ഇവിടെ നോക്കിയിട്ട് ഓരോ കാന്താരികളെ ഓരോ കലിപ്പന്മാരെ നോക്കണ പണിയാട്ടാ ബീച്ചിൽ. എന്താ ചെയ്യാനാ ഗൈസ്, നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ബീച്ചും കണ്ട് നമുക്ക് ആസ്വദിച്ച് അടിപൊളിയിലെ ബാക്കിലൊക്കെ ഈ ഫോണിൽ കുറച്ച് ക്ലിയർ കുറവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെ വൈബും ആസ്വദിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പം കപ്പിൾസ് ഇല്ലാത്തവർ, വിരഹവേദന ഇല്ലാത്തവരാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ പലതരത്തിലുള്ള കെയറിങ് നമുക്ക് കാണാൻ പറ്റും. സോ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ തീരെ ക്ലിയർ ഇല്ല ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഡെയിലി വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. സോ നോക്കട്ടെ ഇൻഷാ അല്ലാ. ഞങ്ങൾ ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തത്. സോ നമ്മുടെ ബ്രോസ്റ്റൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ബ്രോസ്റ്റ്? ആ ഷോപ്പിനനുസരിച്ച് ഇവിടുത്തെ രസം അമ്മനെ പറയും. എവിടാ അടിപൊളിയല്ലേ? നീയാ അടിപൊളിയല്ലേ? അപ്പം ഇന്നാ കഴിച്ചിട്ട് വരാം. കഴിക്കുന്ന ഇടയിൽ വീഡിയോ എടുത്താലേ ശരിയാവില്ല. ഫൈനലി ഗൈസ് ഞങ്ങളിവിടെ കഴിക്കുകയാണ്. ഇവൾക്ക് ലെഗ് പീസ്, ഞാനാണ് ഇവിടെ എന്താ പറയുക, എനിക്ക് ബ്രോസ്റ്റ് ചെറിയ കഷ്ണം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചത്. എല്ലാവർക്കാട്ടും വലിയ പീസ് എനിക്ക്. ഫോണിന്റെ സ്റ്റാൻഡ് പോയത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ഇവിടെ മറ്റൊരു ഷോപ്പിൽ പോയി, ഇതിന് മുന്നേ ഞങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് ഡിസ്ലൈക്കാണ്. എൻ്റെ അഭിപ്രായം എന്താ? കുഴപ്പമില്ല, നമ്മൾക്ക് പറ്റൂല. ഞാൻ കേട്ട വ്യൂ. അപ്പൊ കഴിക്കട്ടെ. നീ വായർക്കും, അവള് തളരില്ല അല്ലേ? ലെഗ് പീസ് സത്യം പറഞ്ഞ ഈ ലെഗ് പീസിൽ തീരെ ലാഭം ഉണ്ടാവില്ല. ശരിയല്ലേ? അറിയില്ല. നമ്മുടെ ഫുഡിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ മോഡൽ നൗറ ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. എൻ്റെ പേജിൻ്റെ പേര് പറയും, നൗറാസ് മേക്ക് ഓവർ. അപ്പോൾ ഈ കാണുന്നവരുണ്ടെങ്കിൽ പോയി സെർച്ച് ചെയ്യുക. വേഗം പോയിട്ട് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ഓളെ എന്താ പറയുക, എന്താണ് പാക്കേജ് അടിപൊളിയാണ്. മൂക്ക് മാത്രം കാണുന്നു. ആയിട്ടില്ല. ഒരുമിച്ച് കാലൊന്ന് നനക്കാം. എന്റെ കാലിന്റെ കോലം നനക്കാൻ വിചാരിച്ചു. അപ്പം നനച്ചു വരാം. എന്റെ കാല് നല്ല ഭംഗിയുണ്ട്. കാലിനറിയണമെങ്കിൽ ക്യാമറ കാത്തിപ്പിടി. ഗൈസിന് കടല് വരില്ല, വാശിയാണ്. എന്നാ കുറച്ചും കൂടി എടുത്തു പോവാം. അങ്ങനെ വന്ന് കടൽ ഞങ്ങളെ കൊണ്ടുപോകും. പാവം നീ ഈ ഒരു വെയിലത്ത് നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തരാം. അത് നീ കാണാനുള്ള ഭംഗിയുണ്ട്. ഇതൊക്കെ അങ്ങനെ കാണുന്ന ഭയങ്കര ഇതുണ്ട്, എന്തോ ഉണ്ട് സൂര്യപ്രകാശം. ഓരോരുത്തരുടെ അവസ്ഥ ഉണ്ട്. എങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ബസ്സിൽ പോവും? ബസ് കയറ്റിടാണ്ടാ. അമ്മേടെ ഡ്രസ്സ് ഇങ്ങനത്തെ കളറായതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും നോക്ക്, എന്റെ ഡ്രസ്സിലാണ് മനസ്സിലാവാ ശരിക്കും പറഞ്ഞ. ഡ്രസ്സിന്റെ കാലല്ല ഭംഗിയുണ്ട്. സോ ഞങ്ങളെ കാത്തുനിന്ന് നൗറ യുസിനൊക്കെ ഉപ്പിലിട്ട സാധനം വാങ്ങാൻ പോയിക്കണോ. ചിലപ്പോ ഫോട്ടോ കിട്ടി. പോയി ഓരോടെ പോണ്ട പറഞ്ഞതിന്. അപ്പൊ ഇനി ചെരുപ്പിടാം. ഈ ചെരുപ്പ് കണ്ടിട്ട് ഇവരെല്ലാരും കളിയാക്കാൻ മാത്രം ഉണ്ടത്. ഇനി ഇവൾ ഇന്നോട് പറയണേ, എൻ്റെ ഈ ചെരുപ്പിനേക്കാളും ഭംഗി ഈ ചെരുപ്പ് വന്ന് കണ്ട. കാലൊക്കെ ഉണങ്ങാനേ പുതിയ ബുദ്ധി. എന്തൊക്കെതാ മറ്റാൾക്കാർ ഞങ്ങളെ കാത്തുനിന്ന് ഒരു ട്രിപ്പ് മയങ്കവും നെല്ലിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ട്രിപ്പ് പോയി കഴിക്കണം. കുറച്ച് നേരം കൂടി നിൽക്കുകയാണെങ്കിൽ സൺസെറ്റ് കാണാമായിരുന്നു. പക്ഷെ ഇവർക്കൊന്നും ടൈമില്ല. സംഭവം സെറ്റായിട്ടാ. വാവ്, എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെയാണ് അവസ്ഥ, മനസ്സിലായ?
എന്ത് കഴിഞ്ഞാലും പോൾക്ക് ഇത് വേണം. ഗൈസ്, ഞങ്ങളിനി കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം എന്തായാലും അത് കഴിച്ചിട്ട് ബാക്കി കാര്യം. വലിയ മാങ്ങ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം എന്തായാലും. രസം ഉണ്ടാവാമല്ലേ? ആദ്യം ഒരു മാങ്ങ വേങ്ങ, എന്നിട്ട് കടിച്ചു നോക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? മസാല വേണ്ട. ഫസ്റ്റ് നമ്മൾ നല്ല ഇതിൽ കഴിക്കും, പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവസാനം അവരറിയാതെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചിട്ട്. ഒരു ഐസ്ക്രീമും 4 ആൾക്കാരും. നോക്കാം. ബട്ടർ 20 റുപ്യ. വല്ല ബോധമുണ്ടോ എനിക്ക്? അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഒരു ഐസ്ക്രീം ഓരോ കാണാതെ ഞങ്ങൾ കഴിക്കണം. ഒറ്റ കഴിക്കലട്ടാ. ഇപ്പം എന്താ ഇന്നത്തെ ഒരു റിവ്യൂ, നിങ്ങളൊരു അഭിപ്രായം? ഇന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡായിരുന്നു ഗൈസ്. അതേതാ മലയാളം മിസ് അവിടെ കടലിൽ ചാടാൻ നിൽക്കണേ. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളിവിടെ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോവാണ്. സോ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.